ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയത്തെ സായി നെക്സയുടെ ഷോറൂമിലാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന അവരുടെ യാർഡിലാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാനുണ്ട് ഇഷ്ടം പോലെ വണ്ടികളെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരുപാട് ഡിലേ കാര്യങ്ങളൊന്നും ഇല്ലാതെ സായി നെക്സനെ കോൺടാക്ട് ചെയ്യുവാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വണ്ടി കിട്ടുന്നതായിരിക്കും. പിന്നെ ഓണം ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ഡീലറിൻ്റെ വകയായിട്ട് സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേറെ അഡീഷണൽ ആയിട്ടുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സായി നെക്സയ്ക്ക് ഇപ്പോൾ ഉള്ള ഷോറൂമുകൾ തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കൊല്ലം അങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റുകളിലെല്ലാം അവർക്ക് ഷോറൂമുകളുണ്ട്. ബാക്കി സ്ഥലങ്ങളിൽ ഒരു ഷോറൂമുകൾ ഓപ്പൺ ആക്കി വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഡീലറിലൊരെണ്ണമാണ് സായി നെക്സ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ എന്ത് എൻക്വയറി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ലോണിനെ കുറിച്ച് അറിയണം, EMI കുറിച്ച് അറിയണം, ഓഫേഴ്സിനെ കുറിച്ച് അറിയണം, വണ്ടിയുടെ പ്രൈസിനെ കുറിച്ച് അറിയണം, എന്തറിയാനും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിനകത്ത് വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബലേനോയുടെ സിഗ്മ വേരിയൻ്റ് ആണ്. ഈ ഒരു വേരിയൻ്റ് എടുക്കുന്നത് വാല്യൂ ഫോർ മണി ആണോ അതോ ഇതിൻ്റെ മേളിലുള്ള ഡെൽറ്റ വേരിയൻ്റ് എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇതാണ് ഏറ്റവും ബേസ് മോഡലായിട്ട് വരുന്ന ബലേനോ സിഗ്മ മോഡൽ. ഇതിനകത്ത് കുറച്ച് ആഡിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ഡെലിവറി കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വണ്ടിയാണ്. സോ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് പറയാനായിട്ട്. സോ അത് ബേസ് മോഡലിനകത്ത് നോർമലി ഫുള്ളി ബ്ലാക്ക് ആയിട്ടൊരു മാറ്റ് ഫിനിഷിനകത്തായിരിക്കും വരുന്നത്. അതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിനകത്ത് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ DRLs ഒന്നും അവൈലബിൾ അല്ല. അതിന് പകരമായിട്ടൊരു ക്രോം എലമെൻ്റ് ആണ്. ആക്ച്വലി ഈ ഒരു ക്രോം എലമെൻറ്റ് ദൂരെ നിന്ന് കാണുമ്പോൾ DRLs പോലെയാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളാണ്, ഹാലജൻ ആണ്. അത്യാവശ്യം വെട്ടമുള്ള ലൈറ്റ്സ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയാം, അത്യാവശ്യം നല്ല വെട്ടമുള്ള ലൈറ്റ്സ് ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ LED ആക്കാൻ നമ്മൾ വാഹനം വാങ്ങിയതിന് ശേഷം. ഫോഗ് ലാംപ്സും കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ല ഈ വേരിയൻസിനകത്ത്. അതെല്ലാം നമുക്ക് ആക്സസറി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അടുത്ത ഡെൽറ്റ വേരിയൻറ്റിലേക്ക് പോയാലും അതൊന്നും അവൈലബിൾ അല്ല. ടയേഴ്സ് വരുന്നത് 15 ഇഞ്ച് ടയേഴ്സാണ്. ഈ വീൽ ക്യാപ്പും ആക്സസറി ആയിട്ട് അവരിപ്പോൾ ചെയ്തിരിക്കുന്നതാണ്. ബേസ് മോഡലിൻ്റെ കൂടെ വീൽ ക്യാപ്പ് വരുന്നില്ല. ഡെൽറ്റ വേരിയൻറ്റുമായിട്ട് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈറ്റ്സ് ഡെൽറ്റ വേരിയൻറ്റിനകത്ത് ഈ ഭാഗത്തായിരിക്കില്ല. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഇവിടെയായിരിക്കും. അത് മാത്രമല്ല മിറേഴ്സും ബോഡി കളേർഡ് ആയിരിക്കും. ഈ വേരിയൻറ്റിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഈ മിറേഴ്സ് നമുക്ക് വേണേൽ ഫോൾഡിങ്ങും കാര്യമൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. പക്ഷേ ഈ ലൈറ്റ്സ് നമുക്ക് ഇവിടുന്ന് മാറ്റാനായിട്ട് പറ്റില്ല. അത് മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഡോർ ഹാൻഡിൽസിൽ കാണുന്ന ഈ ഒരു ക്രോം എലമെൻറ്റും ബേസ് മോഡലിനകത്ത് വരുന്നതല്ല. അതും ആക്സസറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഹാൻഡിൽസ് ആയിരിക്കും ബേസ് മോഡലിനകത്ത് കിട്ടുന്നത്. പിന്നെ ബേസ് മോഡലിനകത്ത് ഇവിടെ ബ്ലാക്ക് സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നോർമലി ആ ഒരു പോർഷനിൽ ഇവിടെയെല്ലാം ഒരു ബ്ലാക്ക് സ്റ്റിക്കറിങ് വരും. ഇതിൻ്റെ ഡെൽറ്റ വേരിയൻറ്റിലേക്കൊക്കെ പോകുമ്പോൾ അത് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഈ ലൈറ്റ് മാത്രമാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ബാക്കി എല്ലാ കാര്യങ്ങളും ബേസ് മോഡൽ എടുത്താലും നമുക്ക് ഡെൽറ്റ വേരിയൻറ്റോ അതിൻ്റെ മേളിലേക്കുള്ള വേരിയൻസിലേക്കോ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡിഫോഗർ ലൈൻസ് ഉണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന അല്ല, നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് നമുക്ക് കാണാം. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിയർ വൈപ്പറോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. അത് ഏറ്റവും ടോപ്പ് എൻഡിലും സീറ്റ വേരിയൻറ്റിനകത്തൊക്കെ മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ ടോപ്പ് എൻഡിലൊക്കെ കാണുന്ന രീതിയിൽ ഈ ഒരു ക്രോം എലമെൻറ്റ് ഇതും ആഡ് ചെയ്തതാണ്. ഡെൽറ്റ വേരിയൻറ്റിനകത്തും ഇത് കിട്ടിയിട്ടില്ല. ഇവിടെ ക്യാമറയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കസ്റ്റമർ ആവശ്യപ്പെട്ട് ചെയ്തിരിക്കുന്നതാണ്. ക്യാമറയൊക്കെ നോർമലി സീറ്റ വേരിയൻറ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബലേനോയ്ക്കകത്ത്. ബാക്കിൽ നിന്ന് വേറെ ചേഞ്ചസ് ഒന്നും ഇത് ഏത് വേരിയൻ്റ് ആണെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. സോ ഇതിൻ്റെ ബൂട്ട് സ്പേസും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് പാർസൽ ട്രേ അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ ഈ സീറ്റുകൾ 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ബേസ് മോഡൽസ് തൊട്ട് ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇൻഡിവിജ്വൽ ആയിട്ട് 3 എണ്ണം തന്നെ കൊടുത്തിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീറ്റ് ബെൽറ്റുകളും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് കസ്റ്റമർ ചേഞ്ച് ചെയ്ത ആ ഒരു ഗ്രില്ലെന്ന് പറയുന്നത്. ഫുള്ളി ബ്ലാക്ക് ആണ്. ഇത് പുള്ളി വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തിട്ടായിരുന്നു. 318 ലിറ്റർ ആണ് ബലേനോയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണ്. ഈ ഒരു സ്പേസ് ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് പൊക്കി വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് 15 ഇഞ്ച് സ്പെയർ വീൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ ചെറിയ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ പിടിക്കുന്നതിനേക്കാൾ ഈസി ഇങ്ങനെ പിടിക്കുന്നതാണ്. സോ
ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സെൻസേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റിവേഴ്സ് ക്യാമറ ഇപ്പോൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാറിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. 2 കീ കിട്ടുന്നുണ്ട്. 2 കീയും സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതിനകത്ത് പിശുക്കോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. ചില കമ്പനികൾ ഇവിടെ 1 കീ മാത്രം സെൻട്രൽ ലോക്കോ അല്ലെങ്കിൽ റിമോട്ടായിട്ട് കൊടുക്കും, 1 കീ നോർമൽ കീ ആയിരിക്കും കൊടുക്കുക. സോ ഇതാണ് ഡോർ പാഡിൻ്റെ ഒരു ഡിസൈനൊക്കെ വരുന്നത്. ഡോർ പാഡും ഇൻറ്റീരിയർ എല്ലാം ഒരു ബ്ലൂ ബ്ലാക്ക് തീമിനകത്താണ് വന്നിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോ ബേസ് മോഡലിലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇവിടെ ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കുപ്പി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ സ്പീക്കർ വെക്കാനുള്ള ചെറിയ സ്പേസ് ഉണ്ട്. സ്പീക്കറും മ്യൂസിക് സിസ്റ്റം ഒന്നും ഈ വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഒന്ന് ബാക്കിലേക്ക് ഇറക്കിയിടാം. സോ ഉള്ളിലേക്ക് കയറുമ്പം ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലുകൾ നമുക്ക് കാണാം. ഇതിനകത്ത് ലെതർ റാപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ ആക്ച്വലി പിടിക്കാനായിട്ട് വലിയ സുഖമൊന്നുമില്ല. സോ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ലെതർ റാപ്പ് ആക്സസറി ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. അത് അത്യാവശ്യമാണ്, അത് വേണം എന്നുള്ള ആളുകൾക്ക് അത് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ആക്സസറി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മീറ്റർ കൺസോളിലേക്ക് നോക്കാൻ അനലോഗ് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിൽ ചെറിയൊരു ഡിജിറ്റൽ MID നമുക്ക് കാണാം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ബേസ് മോഡൽ തൊട്ട് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെ സോഫ്റ്റ് ടച്ച്, ഭയങ്കര ഗ്ലോസി ഫിനിഷ് ആണ്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. ഇത് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. എയർ ബാഗിൻ്റെ ബാഡ്ജിങ് ഞാൻ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓഫ് കോഴ്സ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ബേസ് മോഡലിനകത്ത് കൊടുത്തിട്ടില്ല. ഇതാണ് മെയിനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റാത്ത മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത്. സോ ലൈറ്റ് വേണം എന്നുള്ളവർക്ക് ഡെൽറ്റ വേരിയൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ മിറേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. കോ ഡ്രൈവറിൻ്റെ ഭാഗത്തും മിറേഴ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഡെൽറ്റ വേരിയൻറ്റിനകത്ത് അവിടെ മിറർ നമുക്ക് അവൈലബിൾ ആണ്. മാനുവലി നമ്മൾ ഡേ നൈറ്റ് കൺട്രോൾ ചെയ്യണം. സീറ്റുകൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. നല്ല ബക്കറ്റ് സീറ്റുകൾ പോലെ നല്ല കുഷ്യനാണ്. ഇത് നല്ല കുഷ്യനുമാണ്. അതുപോലെ ഈ ബോൾസ്റ്റേഴ്സ് നല്ല സപ്പോർട്ടീവാണ്. അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്. വലിയ ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. സോ ഇവിടെ ലൈറ്റ് ഇല്ല, കുഴപ്പമില്ല, നിർബന്ധം ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. സോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ബേസ് മോഡൽ ഈസ് ഓക്കെ. 3 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ബാക്കിലെ സീറ്റുകളാണ്. പിന്നെ ഇവിടെ വരികയാണ്, ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. USB ചാർജിങ് സോക്കറ്റ് ഒന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. ഡെൽറ്റ വേരിയൻറ്റുമായിട്ട് മെയിനായിട്ട് വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് ആക്സറി ആയിട്ട് ആഡ് ചെയ്യാം. ഈ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അതും നമുക്ക് വേണമെങ്കിൽ ആക്സറി ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ബേസ് മോഡലിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ ഇവിടെ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. താഴേക്ക് വരുമ്പം ഇവിടെ ഒരു USB ചാർജിങ് സോക്കറ്റ് മാത്രമായിരിക്കും. ഡെൽറ്റ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു USB ചാർജിങ് സോക്കറ്റ് കാണും. സോറി, ഇത് 12 വോൾട്ടാണ്. USB ചാർജിങ് സോക്കറ്റ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ഗിയർ ലിവേഴ്സിലും ചെറിയൊരു ചേഞ്ച് വരും. ഗിയർ ലിവേഴ്സിൻ്റെ ഇവിടെയെല്ലാം ചെറിയൊരു ക്രോം എലമെൻ്റ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി ഒരു ഗ്ലോസി ഫിനിഷിലായിരിക്കും. അതൊക്കെയാണ് മെയിനായിട്ട് ചേഞ്ചസ് എന്ന് പറയാനായിട്ടുള്ളത്. സ്റ്റിയറിങ് നമുക്ക് ടിൽറ്റ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വേരിയൻറ്റിനകത്തും പറ്റുന്നതല്ല. ഈ ഒരു ഭാഗത്തെല്ലാം ഒരു കാർബൺ ഫൈബർ ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം ബേസ് മോഡലിനകത്തും ഡെൽറ്റയ്ക്കകത്തും എല്ലാം സെയിം ആണ്. ഇൻറ്റീരിയറിൻ്റെ ഇവിടെ എല്ലാം കളറും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. അതിനകത്തൊന്നും യാതൊരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹാൻഡ് റെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതും പക്ഷേ നമുക്ക് ആക്സസറി ആയിട്ട് ബേസ് മോഡലിനകത്ത് വെക്കാവുന്നതാണ്. സോ മെയിനായിട്ട് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇവിടെ വരുന്ന ലൈറ്റ്സ് നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഫെൻഡറിൽ ഈ സൈഡിൽ കാണുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സ് അതും നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അടുത്ത വേരിയൻറ്റുമായിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. 1.2 ലിറ്റർ 88 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന 113 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ് ബെലോനയ്ക്കകത്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. മൈലേജ് നമുക്ക് എങ്ങനെ പോയാലും ഒരു 20, 22, 23, 24, 25 ഒക്കെ ലോങ് ഡ്രൈവിൽ കംപ്ലീറ്റ്ലി നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. സോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് യൂസ് ചെയ്യുന്നതിനകത്ത്. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഞാൻ എൻ്റെ ചാനലിന് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. പല ആളുകളും പറയും, നീ ഭയങ്കര പ്രൊമോഷൻ ചെയ്യുന്നു, നീ ബെലോനോയ്ക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്യുന്നു. ഞാനൊരു ബെലോനയ്ക്കും വേണ്ടിയില്ല. ഞാൻ ആ വണ്ടി എടുക്കാനായിട്ട് പർപ്പസ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഇതുണ്ടെങ്കിലും ഞാൻ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ കുറ്റം പറയേണ്ട എല്ലാ ബ്രാൻഡിനെയും ഞാൻ കുറ്റം പറയാറുണ്ട്. അത് കറക്റ്റ് പറയേണ്ട സമയത്ത് ഞാൻ പറയേണ്ട സമയമാകുമ്പോൾ കൃത്യമായിട്ട് ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോയിൽ കൂടെ ചെയ്തു പോകാറുമുണ്ട്. പ്രൈസിൻ്റെ കാര്യമൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിനകത്ത് വിളിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബെലോനോയുടെ ബേസ് മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. നല്ല ചൂടാണ്, വെയിലത്താണ്. പോരാത്തതിന് ഇത് യാടി കിടന്ന വണ്ടി ആയതുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഓടിക്കാനൊന്നും പറ്റില്ല. വേർത്ത് കുളിക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.